നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. രാജ്യതലസ്ഥാനത്തെ ഇന്നത്തെ സുപ്രധാന വാർത്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ശ്യാംബാബുവും അശ്വതിയും ആണ് നമ്മുടെ ഡെസ്കിൽ നിന്ന് എനിക്കൊപ്പം ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആയതിനു ശേഷം വി ഡി സതീശൻ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. വി ഡി സതീശൻ്റെ ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പുനഃസംഘടന തന്നെയാണ്. നമുക്കറിയാം, KPCC അധ്യക്ഷൻ മന്ത്രിസഭയിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ DCC അധ്യക്ഷന്മാർ MLA-മാരാകുന്ന സാഹചര്യമുണ്ടായി. യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മന്ത്രിയാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു സമ്പൂർണ്ണ പുനഃസംഘടനയിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ പുനഃസംഘടന ഏതൊരു രീതിയിൽ വേണം, അതല്ലെങ്കിൽ ആരായിരിക്കണം KPCC അധ്യക്ഷൻ, ആരൊക്കെ ആവണം DCC പ്രസിഡന്റുമാർ എന്നീ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഡൽഹിയിലെത്തിയത്. ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രിക്ക് കേരള ഹൗസിൽ വലിയ സ്വീകരണമാണ് രാത്രി നൽകിയത്. ജീവനക്കാരും അദ്ദേഹത്തിൻ്റെ പാർട്ടി അനുഭാവികളും പാർട്ടി പ്രവർത്തകരുമൊക്കെ എത്തി വലിയ സ്വീകരണം നൽകുകയും ചെയ്തു. അവിടെ NGO യൂണിയനും മറ്റുമൊക്കെ ഈ ഒരു ബോർഡ് വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഒരു കശപിശ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. കേരള ഹൗസിലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് NGO യൂണിയൻ ബോർഡ് വെച്ചു. എന്നാൽ മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള NGO അസോസിയേഷൻ്റെ ഫ്ലെക്സ് ബോർഡ് ഉണ്ടായിരുന്നു. ഇത് മറയ്ക്കുന്ന വിധത്തിൽ NGO യൂണിയൻ്റെ ഭാഗത്ത് നിന്നും ഫ്ലെക്സ് വെച്ചു എന്നുള്ള ഒരു തർക്കമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശന് വലിയ ഷെഡ്യൂൾ തന്നെയാണ് ഡൽഹിയിലുള്ളത്. ഈ കോൺഗ്രസ് അധ്യക്ഷനെ അടക്കം കാണണമെന്നുള്ള ഒരു ഷെഡ്യൂൾ അദ്ദേഹത്തിനുണ്ട്. പ്രധാനമായിട്ടും അദ്ദേഹം കാണുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിലെ സോണിയാഗാന്ധിയെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയാണ്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ചില ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ചർച്ചകളും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകളൊന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ആദ്യ കേരള സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി മാറിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടി കോൺഗ്രസിൻ്റെ കേരളത്തിലെ പുനഃസംഘടന, ആരായിരിക്കണം KPCC അധ്യക്ഷൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വിധത്തിലുള്ള ഒരു സന്ദർശനമായി ഇത് മാറി എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് KPCC അധ്യക്ഷൻ ആരാകണം എന്നതിൽ മുഖ്യമന്ത്രിക്ക് ചില അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായം അദ്ദേഹം ഹൈക്കമാൻഡുമായി നടക്കുന്ന ഈ കൂടിക്കാഴ്ചയിൽ അറിയിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ചില പേരുകൾ നമുക്കറിയാം. ബെന്നി ബെഹനാൻ MP സജീവമായി തന്നെ കോൺഗ്രസിൻ്റെ KPCCയുടെ അധ്യക്ഷ പദവിയിൽ എത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഒരു വിഭാഗം നേതാക്കൾ ജോസഫ് വാഴക്കൻ്റെ പേര് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വലിയ ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിന് കോൺഗ്രസിൽ വലിയ വിലയാണുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് ഈ ചർച്ചകളിൽ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ ഗ്രൂപ്പ് പോരും വലിയ പോരാട്ടമൊക്കെ കഴിഞ്ഞ് വലിയ നേതാക്കളുമായിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ കഴിഞ്ഞാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പദത്തിലെത്തിയത്. ഇനിയിപ്പോൾ KPCC അധ്യക്ഷനായിട്ട് തനിക്ക് കൂടി താല്പര്യമുള്ള ഒരാളെ കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ ചർച്ചകളിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതാക്കളെ അറിയിക്കുകയും ചെയ്യും. അത് എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി മാറിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി ഉൾപ്പെടെ മറ്റ് കേന്ദ്രമന്ത്രിമാരെയൊക്കെ കാണുന്നതിനുള്ള നീക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ട്. കാരണം കേരളത്തിൻ്റെ ചില ആവശ്യങ്ങൾ അത് നേടിയെടുക്കുന്നതിനുള്ള ചില ചർച്ചകൾ അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ്റെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഏതാവശ്യത്തിന് ഒപ്പമുണ്ടാകും എന്ന് എക്സിൽ കുറിക്കുകയും ചെയ്തു. ആ ഒരു ധൈര്യവും സതീശന് ഈ കൂടിക്കാഴ്ചകളിൽ താങ്ങാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഒപ്പം നിൽക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ചില സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്, കേരളത്തിൻ്റെ ചില വികസന പദ്ധതികൾ നേടിയെടുക്കുക, ഇതൊക്കെ ഈ കൂടിക്കാഴ്ചകളിലൊക്കെ ചർച്ചയാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില കൂടിക്കാഴ്ചകളൊക്കെ ആയി വലിയ സംഭവബഹുലമായ വാർത്തകളുടെ ദിവസമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ്റെ ഡൽഹി സന്ദർശനം മാറിയിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം ആദ്യമായിട്ട് ഡൽഹിയിലെത്തുന്നു. എന്നാൽ ഇതിനു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങളെപ്പോലെ തന്നെ പാർട്ടി പുനഃസംഘടന അല്ലെങ്കിൽ തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ചില കൂടിക്കാഴ്ചകളും അദ്ദേഹം നടത്തുന്നു എന്നുള്ളതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്.
ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് ഒരു വിഷയം എന്ന് പറയുന്നത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റിയാണ് CPM-ന്റെ ഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി മാറുന്നത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഏറ്റ കനത്ത പരാജയമാണ്. CPM നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിലുള്ള ഒരു വലിയ പരാജയം കേരളത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയുവാൻ. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വിലയിരുത്തലിലും പാർട്ടിക്ക് വലിയ ഒരു തിരിച്ചടി കേരളത്തിൽ ഉണ്ടാകുമെന്ന് നേതാക്കളാരും അഭിപ്രായപ്പെട്ടിരുന്നില്ല. ഒപ്പം തന്നെ ഈ പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർ കണക്ക് കൂട്ടിയത് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമെന്നാണ്. എന്നാൽ വളരെ നിരാശാജനകമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉണ്ടായത്. ഇത്തരം ചർച്ചകൾ നടക്കുമ്പോഴൊക്കെ തന്നെ അത് CPM-ൽ വലിയ തിരുത്തലിന് വേണ്ടിയുള്ള ഒരു അവസരമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ചില നേതാക്കൾ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉയരുന്ന വിമർശനങ്ങളെയൊക്കെ പാർട്ടി ഗൗരവത്തോടെ കാണുന്നത്. നേതൃത്വത്തിനെതിരെ നടക്കുന്ന വിമർശനങ്ങൾ അത് കൃത്യമായിട്ടും ഇനിയെങ്കിലും പാഠം പഠിക്കണം എന്ന തരത്തിലുള്ള ചില വിമർശനം ചില മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടി കോട്ടകളിൽ പോലും കനത്ത പരാജയമാണ് CPM-ന് ഉണ്ടായത് എന്നുള്ള പൊതു അഭിപ്രായം നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. പശ്ചിമ ബംഗാളായാലും തമിഴ്നാടായാലും ഒക്കെ വലിയ വിമർശനങ്ങൾ CPM നേതൃത്വത്തിനെതിരെ ഉണ്ടായി. പാർട്ടി കോട്ടകളിൽ കനത്ത പരാജയം എന്ത് സാഹചര്യത്തിലാണ് ഉണ്ടായത് എന്നത് സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ച് പാർട്ടി തിരുത്താൻ തയ്യാറാകണം എന്നുള്ള ആവശ്യം പോലും ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. കഴിഞ്ഞ ദിവസം ഈ യോഗത്തിൽ സംസാരിച്ച 4 നേതാക്കൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 60ഓളം നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ കൃത്യമായി അവരുടെ നിലപാട് അറിയിക്കും. അതിൽ പലരുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനം തന്നെയാകും ഉയരുക എന്നാണ് നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി മാറുന്നു എന്നുള്ളതും കേരളത്തിൽ CPM നേരിട്ട കനത്ത പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതൊരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ മാറുകയാണ്. എന്തായാലും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഭാരതവും അമേരിക്കയുമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ ചർച്ചകൾക്ക് ഇന്നിപ്പോൾ രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കൊൽക്കത്തയിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാരത സന്ദർശനത്തിനാണ് തുടക്കമായിരിക്കുന്നത്. അദ്ദേഹം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തും. അവിടെ ഡൽഹിയിലെത്തുന്നതിന് ശേഷം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 26-ന് നടക്കുന്ന കോഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും മാർക്കോ റൂബിയോ പങ്കെടുക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സന്ദർശനം നടക്കുന്നത് പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഈ സന്ദർശനത്തിൽ കൂടിക്കാഴ്ചകളിലെ പ്രധാനപ്പെട്ട അജണ്ടയായി ഊർജ്ജ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഭാരതവുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച ഏറെ നിർണായകമാകുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തായിരിക്കും രാജ്യത്തിൻ്റെ നിലപാട് എന്നുള്ളത് നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചർച്ചകളിൽ മാർക്കോ റൂബിയോ എന്തായാലും ഭാരതവുമായി നടത്തുന്ന ചർച്ചകളിൽ ഭാരതത്തിൻ്റെ സഹകരണം പൂർണ്ണമായും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാകും മുന്നോട്ട് പോവുക. പ്രതിരോധ മേഖലയിലെ വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. വിദേശകാര്യ മന്ത്രിയുമായി നടത്തുന്ന ചർച്ചകളിലടക്കം ഈ വിഷയങ്ങളൊക്കെ തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എന്താണ് അമേരിക്കയുടെ താല്പര്യം, അതുമല്ലെങ്കിൽ ഭാരതം സ്വീകരിച്ച നിലപാടുകളോട് അമേരിക്ക എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊക്കെ ഈ ചർച്ചകളിൽ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഭാരതമാകട്ടെ കൃത്യമായിട്ടുള്ള നിലപാട് നേരത്തെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരുന്നു. അത് ഊർജ്ജ മേഖലയിലെ പ്രതിസന്ധിയിലടക്കം പശ്ചിമേഷ്യൻ സംഘർഷത്തിലടക്കം പ്രതിരോധ മേഖലയിലെ സഹകരണത്തിലടക്കം കൃത്യമായിട്ടുള്ള നിലപാട് തന്നെയാണ് ഭാരതം നേരത്തെ വ്യക്തമാക്കിയതും. ഇപ്പോഴെന്തായാലും സുപ്രധാനമായിരിക്കുന്നത് ഈ ഭാരത സന്ദർശനത്തിൽ മാർക്കോ റൂബിയോ എന്തായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഈ ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് പശ്ചിമേഷ്യൻ സംഘർഷം തന്നെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും വലിയ പ്രതിസന്ധികൾ ഉടലെടുത്തിരുന്നു. ഈ പ്രതിസന്ധികളിലൊക്കെ ഭാരതം പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തന്ത്രപരമായ പങ്കാളിയായി ഭാരതത്തെ മാറ്റേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഒരു സന്ദർശനം അത് മാർക്കോ റൂബിയോ
ഭാരതത്തെ ചേർത്ത് പിടിക്കുന്നതിനുള്ള അവസരമാക്കുന്നതിനും അവരുടെ നിലപാട് കൃത്യമായി തന്നെ ഭാരതത്തിൽ അവതരിപ്പിക്കുന്നതിനും ഒപ്പം ഭാരതത്തെ ചേർത്ത് പിടിച്ച് അമേരിക്കയുടെ വിശ്വസ്തരായ പങ്കാളിയായി ഭാരതത്തെയും ഒപ്പം കൂട്ടി മുന്നോട്ട് പോകുന്നതിനുള്ള നീക്കങ്ങൾ അത് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷേ കൃത്യമായിട്ടുള്ള നിലപാട് എല്ലാ വിഷയത്തിലും ഭാരതത്തിനുണ്ട്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആയാലും ഒക്കെ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഭാരതത്തിൻ്റെ ഓരോ വിഷയത്തിലുമുള്ള നിലപാടും കാഴ്ചപ്പാടും ഒക്കെ ഈ കൂടിക്കാഴ്ചകളിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ആയാലും വിദേശകാര്യമന്ത്രി ആയാലും ഒക്കെ അമേരിക്കയുടെ ഈ സ്റ്റേറ്റ് സെക്രട്ടറിയെ അറിയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും തന്ത്രപരമായ ചില ചർച്ചകൾക്ക് കൂടി ഡൽഹി വേദിയാകാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതുതന്നെയാണ് പ്രേക്ഷകരോട് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇങ്ങനെ സംസ്ഥാനത്തിനും അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ പ്രധാനപ്പെട്ട ചർച്ചകൾക്ക് ഡൽഹി വേദിയാകുന്നു. അതുമല്ലെങ്കിൽ രാജ്യത്ത് ഇത്തരത്തിൽ വലിയ വാർത്തകളൊക്കെ നടക്കുമ്പോൾ മറ്റൊരു വിഷയവും രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ഒരു പ്രചാരണമാണ്. ആ പ്രചാരണത്തിൻ്റെ പശ്ചാത്തലം ഒക്കെ തന്നെ എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നതാണ്. രാജ്യത്തെ ഒരു വിഘടനവാദത്തിൻ്റെ പാതയിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്ക് ഈ പ്രചാരണം നീളുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് രഹസ്യാന്വേഷണ വിഭാഗം ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ ആരംഭിച്ചതും നേരത്തെ തന്നെ ഈ വിരുദ്ധരാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ എന്നുള്ളത് കൃത്യമായി തന്നെ രഹസ്യാന്വേഷണ വിഭാഗവും മറ്റ് അന്വേഷണ ഏജൻസികളും ഒക്കെ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴവർ കൂടുതലായി ഈ അന്വേഷണം വ്യാപിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫണ്ടിങ് സംബന്ധിച്ചുള്ള അന്വേഷണം അത് ഇപ്പോൾ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ്. കാരണം നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ പോലും നമ്മൾ കയറുമ്പോൾ അത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആ ഒരു പേജ് വരുന്ന ഒരു വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ വലിയ ഒരു ഫണ്ടിങ് ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നതടക്കമുള്ള അന്വേഷണത്തിലേക്ക് നമ്മുടെ ഈ രഹസ്യാന്വേഷണ വിഭാഗം കടന്നിരിക്കുകയാണ്. കാരണം ഏത് സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വലിയൊരു പ്രചാരണം നടക്കുന്നു, അവർക്ക് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ടോ, അതുമല്ലെങ്കിൽ അവരുടെ പല സോഷ്യൽ മീഡിയ പേജുകളെയും പിന്തുണയ്ക്കുന്നവർ പാകിസ്ഥാനിലും ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊരു ആസൂത്രിത സ്വഭാവമുണ്ട്. പല സംസ്ഥാനങ്ങളിലും കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിലുള്ള കൂട്ടായ്മകൾ അത് സോഷ്യൽ മീഡിയയിൽ രൂപം കൊള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അന്വേഷണം വലിയ രീതിയിൽ വ്യാപിപ്പിക്കുന്നു. നേരത്തെ തന്നെ അവരുടെ എക്സ് അക്കൗണ്ട് ഉൾപ്പെടെ ഈ തടയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പിന്നീട് അവർ ഇൻസ്റ്റാഗ്രാമിൽ സജീവമാകുകയാണ്. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഇത്തരത്തിൽ വലിയ നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രഹസ്യാന്വേഷണ വിഭാഗവും മറ്റ് അന്വേഷണ ഏജൻസികളുമൊക്കെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും അവർക്ക് ലഭിച്ച വിവരങ്ങൾ ഈ സർക്കാരുമായി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ദേശവിരുദ്ധരാണ് എന്നുള്ള കാര്യം ഈ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാകുകയും ചെയ്തത്. ഇത്തരത്തിൽ രാജ്യത്ത് പല സംഭവങ്ങളും നടക്കുമ്പോൾ നമുക്കറിയാം, ഈ കോക്രോച്ച് പാർട്ടി ബാംഗ്ലൂരിൽ വലിയ ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുകയും അതിന് സർക്കാർ അനുമതി നിഷേധിക്കുകയൊക്കെ ചെയ്തു. ബാംഗ്ലൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം, കർണാടകയിൽ അധികാരത്തിലിരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു നീക്കമുണ്ടായി. കാരണം ഇതിന് പിന്നിൽ ചില പ്രതിപക്ഷ പാർട്ടികളാണ് എന്നടക്കമുള്ള ആരോപണം ചില ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കവും ഉണ്ടായത്. വാർത്തകൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് മറ്റൊരു വിഷയം അത് ഏറെ പ്രസക്തമാണ്. കാരണം ഈ രാജ്യം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയിൽ നിന്ന് മുക്തമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഛത്തീസ്ഗഡിലെ ബസ്തർ. അത് മാവോയിസ്റ്റ് മേഖലയായിരുന്ന ആ ബസ്തർ ഇപ്പോൾ മാവോയിസ്റ്റ് മുക്തമായിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയണം. അവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരിക്കൽ ആയുധങ്ങളേന്തിയ ചില കൈകൾ ഇപ്പോൾ ആ ആയുധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ അതുമല്ലെങ്കിൽ ബസ്തർ എന്ന് പറയുന്ന ആ പ്രദേശത്തെ വികസന പ്രക്രിയയിൽ പങ്കാളികളായിരിക്കുന്നു എന്നുള്ള ഒരു വലിയ മാറ്റം. ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ആയുധമെടുത്തിരുന്നവർ ഇപ്പോൾ സർക്കാർ സ്വീകരിച്ച കൃത്യമായ നടപടികളിലൂടെ അവർ ആയുധം വെച്ച് കീഴടങ്ങുക മാത്രമല്ല, സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് നിർമ്മാണ ഉൽപ്പാദന മേഖലകളിലേക്ക് കടക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ചും വനിതകളാണ് ഈ രീതിയിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ബസ്തറിൽ നിന്നുള്ള തുങ്കൽ ഡാമിൻ്റെ തീരത്ത് നിന്നുള്ള ഈ ഒരു
വാർത്ത അത് PCR ഒന്ന് പ്ലേ ചെയ്യണം. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലെ സുക്മ ജില്ലയിൽ പ്രവർത്തിക്കുന്ന തുംകൽ നേച്ചർ കഫേ മുൻ വനിതാ മാവോയിസ്റ്റ് പ്രവർത്തകരുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരിക്കൽ ആയുധം കയ്യിലെടുത്ത് കാടുകളിൽ ജീവിച്ചിരുന്ന സ്ത്രീകൾ ഇന്ന് കഫയിൽ ജോലി ചെയ്ത് സമാധാനപരമായ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. ശബരി നദിക്കരയോടും തുങ്കൽ ഡാമിനോടും ചേർന്നുള്ള ഈ കഫേ 2025 ഡിസംബറിലാണ് ആരംഭിച്ചത്. ഇവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ മുൻപ് വിവിധ മാവോയിസ്റ്റ് സംഘങ്ങളിലെ അംഗങ്ങളായിരുന്നു. ഇപ്പോൾ അവർ സന്ദർശകർക്ക് കാപ്പിയും പ്രാദേശിക ഭക്ഷണങ്ങളും നൽകി പുതിയ ജീവിതം നയിക്കുകയാണ്. കഫയിൽ ജോലി ചെയ്യുന്നവരിൽ ചിലരെക്കുറിച്ച് വിവരം നൽകുകയോ പിടികൂടാൻ സഹായിക്കുകയോ ചെയ്യുന്നവർക്ക് നേരത്തെ സർക്കാർ 1 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇപ്പോൾ അവർ ഭക്ഷണം തയ്യാറാക്കൽ, കസ്റ്റമർ സർവീസ്, കഫേ മാനേജ്മെന്റ് തുടങ്ങിയ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. മാവോയിസ്റ്റ് ജീവിത രീതിയിൽ നിന്ന് മാറി അവർ സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുകയാണ്. ഈ പദ്ധതി മുൻ നക്സൽ പ്രവർത്തകരുടെ പുനരധിവാസത്തിനുള്ള ഒരു മാതൃകയാണ്. സർക്കാർ, സുരക്ഷാ സേന, പ്രാദേശിക ഭരണകൂടം, പ്രദേശവാസികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ആയുധം വെച്ച് കീഴടങ്ങിയ മാവോയിസ്റ്റുകളുടെ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ വഴിയിൽ കൊല്ലും കൊലയുമായി നടന്ന സ്ത്രീകൾക്ക് സ്ഥിര വരുമാനവും സമൂഹത്തിൽ പുതിയ അംഗീകാരവും ലഭിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്തിടെയാണ് ബസ്തർ മേഖല നക്സൽ മുക്തമായി മാറുകയാണെന്ന് പ്രഖ്യാപിച്ചത്. देश का कोई बल बाकी होगा जिसके जवानों ने नक्सलवाद का सामना करते करते अपने प्राण न गंवाए. 1971 से लेकर 31 मार्च 2026 तक ये लंबा कालखंड समग्र देश की जनता ने एक दुस्वप्न की तरह झेला. नक्सल प्रभावित क्षेत्र के लिए तो भीषण रक्तपात, विकास का अंधेरा. ഇനി വികസനത്തിന്റെയും പുനരധിവാസത്തിന്റെയും കാലഘട്ടമാണെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. ഈ കഫേ അമിത്ഷായുടെ വാക്കുകൾക്ക് കരുത്തു പകരുന്ന പ്രതീകമായി മാറിയിരിക്കുന്നു. ജനം, ഡൽഹി. ിൽ നിന്ന് മാറിയ ബസ്തറിന്റെ കഥ നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഒരു വലിയ ചുവപ്പൻ ഭീകരതയുടെ പിടിയിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചതുപോലെ ബസ്തറിനെ മാറ്റിയെടുക്കുകയും ബസ്തറിൽ പുനരധിവാസ പദ്ധതികളൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് ഭീകരതയിൽ നിന്നുള്ള വലിയ ഒരു മാറ്റമാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായി വർഷങ്ങളോളം അധികാരത്തിലിരുന്ന പശ്ചിമ ബംഗാളിൽ വലിയ രാഷ്ട്രീയ മാറ്റം നടന്നു. അവിടെ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലെത്തുകയും പിന്നീട് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഏകാധിപത്യ ഭരണം എന്ന് തന്നെ വിളിക്കാവുന്ന വിധത്തിലേക്കുള്ള ഒരു ഭരണത്തിന് പശ്ചിമ ബംഗാൾ വേദിയാവുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം പശ്ചിമ ബംഗാളിൽ നടക്കുന്ന മാറ്റങ്ങൾ എടുത്തു പറയേണ്ടതാണ്. കൃത്യമായി പറഞ്ഞാൽ മമതാ ബാനർജി വോട്ട് ബാങ്ക് രാഷ്ട്രീയവും പ്രീണന രാഷ്ട്രീയവും ഒക്കെ കളിച്ചുകൊണ്ട് പശ്ചിമ ബംഗാളിനെ ഏത് രീതിയിലാണ് അടിച്ചമർത്തിയത്, അതിൽ നിന്നൊക്കെ പശ്ചിമ ബംഗാൾ മുക്തി നേടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബംഗാളിലെ ജനങ്ങൾ അവർ കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതി അവരുടെ ഭരണാധികാരി ആരായിരിക്കണം എന്നുള്ള വ്യക്തമായ തീരുമാനം അവർ എടുക്കുകയും ചെയ്തു. അങ്ങനെ പശ്ചിമ ബംഗാൾ മാറുമ്പോൾ ആ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. പശ്ചിമ ബംഗാൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം, ആ നുഴഞ്ഞുകയറ്റത്തിന് അവസാനമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ വാർത്ത PCR-ൽ നിന്നൊന്ന് പ്ലേ ചെയ്യുക. പശ്ചിമ ബംഗാളിലെ ഭരണമാറ്റം കേവലം രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല മാറ്റം കൊണ്ടുവരുന്നത്. ചില നിലപാടുകളും നയങ്ങളും കാഴ്ചപ്പാടുകളും വികസന പദ്ധതികളുമൊക്കെ ചർച്ചയാകുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്ന BJP സർക്കാർ ദേശീയ സുരക്ഷ മുൻനിർത്തി നിർണായക നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. സംസ്ഥാനത്തുള്ള അനധികൃത ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരെ ഉടനടി കണ്ടെത്തി തടവിലാക്കി നാട് കടത്തുവാനുള്ള ടിക്ടക്
ഡിലീറ്റ്, ഡീപോർട്ട് നടപടികൾക്ക് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി തുടക്കം കുറിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുൻ ഉത്തരവുകൾ സംസ്ഥാനത്ത് ഉടനടി നടപ്പാക്കാൻ BSF ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പശ്ചിമബംഗാൾ സർക്കാർ തീരുമാനിച്ചു. അതിർത്തി സുരക്ഷ ഉറപ്പാക്കാൻ BSFന് ഭൂമി കൈമാറുന്ന ചടങ്ങിനിടെയാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി തന്ത്രപ്രധാന പ്രഖ്യാപനം നടത്തിയത്. മമതാ ബാനർജി നേതൃത്വം നൽകിയ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ച് നടപ്പാക്കാൻ വിസമ്മതിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2025 മെയിലെ മാർഗനിർദ്ദേശങ്ങളാണ് പശ്ചിമബംഗാളിൽ ഉടനടി പ്രാബല്യത്തിൽ വരുന്നത്. വോട്ടർ പട്ടികയിൽ നിന്നുൾപ്പെടെ പേരുകൾ നീക്കം ചെയ്യുന്ന ഡിലീഷൻ നടപടികൾക്ക് ശേഷം അവസാനഘട്ടമായ നാടുകടത്തലിലേക്ക് ബംഗാൾ സർക്കാർ കടക്കുകയാണ്. കൃത്യമായ പദ്ധതി ഇതിനായി സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. സുവേന്ദു സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം സംസ്ഥാനത്ത് കണ്ടെത്തുന്ന അനധികൃത നുഴഞ്ഞുകയറ്റക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നേരിട്ട് അതിർത്തി രക്ഷാ സേനയ്ക്ക് കൈമാറും. BSF ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശ് അതിർത്തി രക്ഷാ സേനയായ ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശുമായി ഏകോപനം നടത്തി ഇവരെ അതിർത്തി കടത്തിവിടും. ഇതിനായി വിപുലമായ തെരച്ചിൽ സ്ക്വാഡുകൾ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് രൂപം നൽകിയിട്ടുണ്ട്. അതേസമയം പൗരത്വ ഭേദഗതി നിയമം സംസ്ഥാനത്ത് പൂർണ്ണമായി നടപ്പിലാക്കുന്നതായും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. CA এর আওতায় যারা নেই তারা হলেন কমপ্লিটলি অবৈধ অনুপ্রবেশকারী ইনফিল্ট্রেটার্স। তাদেরকে সরাসরি রাজ্য পুলিশ গ্রেপ্তার করবে এবং ডিটেন করবে এবং হ্যান্ডওভার করবে BSF এর হাতে। এবং BSF তারা BDR এর সঙ্গে কথা বলে তাদেরকে ডিপোর্ট করার ব্যবস্থা করবে, অর্থাৎ ডিটেক্ট, ഡിലീറ്റ്, എവരെ ഡിപ്പോർട്ട്. 2024 ഡിസംബർ 31 മുമ്പ് മതപരമായ പീഡനങ്ങളെ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്നും ഭാരതത്തിലെത്തിയ ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട അഭയാർത്ഥികൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകില്ല. അവർക്ക് CAA പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാം. എന്നാൽ ഈ നിയമപരിധിയിൽ വരാത്ത കള്ളക്കടത്തുകാരെയും അനധികൃത കുടിയേറ്റക്കാരെയും ഒരു കാരണവശാലും സംസ്ഥാനത്ത് തുടരാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി കർശന മുന്നറിയിപ്പ് നൽകി. আজ থেকে আমরা এই আইন কার্যকর করলাম। এর ফলে CA এর অন্তর্ভুক্ত যারা, অর্থাৎ CA তে বলা আছে 7টা কমিউনিটি বা ধর্ম পালন করা লোকেরা, তারা সিটিজেনশিপ অ্যামেন্ডমেন্ট অ্যাক্টের আওতায় আসবেন এবং তাদেরকে যারা 31/12/2024 পর্যন্ত এসেছেন তাদেরকে কোনো পুলিশ কোথাও হ্যারাসমেন্ট ডিটেন করতে পারবে না. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിലെ പ്രദേശങ്ങളിലും പശ്ചിമ ബംഗാളിലും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. അസം, ത്രിപുര സർക്കാരുകൾ പശ്ചിമ ബംഗാളും പ്രീണന രാഷ്ട്രീയത്തിനും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും അന്ത്യം കുറിക്കുമ്പോൾ അത് ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ്. നുഴഞ്ഞുകയറ്റക്കാരെ വോട്ട് ബാങ്കാക്കി മാറ്റി രാഷ്ട്രീയ നേട്ടത്തിനുപയോഗിക്കുന്ന ചെപ്പടി വിദ്യ അവസാനിപ്പിക്കുമ്പോൾ രാജ്യത്തിന്റെ ജനാധിപത്യം ശുദ്ധീകരിക്കപ്പെടുകയാണ്. ജനം, ഡൽഹി.